ഹേയ് ഗുഡ് പീപ്പിൾ, നമ്മൾ ഇന്ന് ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ പോകാം കേട്ടോ. റെസിപ്പി ഒന്നുമല്ല, ഞങ്ങളുടെ ഡിന്നറാണ് കേട്ടോ. ഞാൻ വിളിച്ചു ആ ഡിന്നർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കൂടി കാണിക്കാവുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇരുട്ടത്തൊക്കെ നിൽക്കുന്നത് ഒരു ചെറിയ വൈബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മൾ ഈ വൈബിൽ നിന്നും അടുക്കള വൈബിലോട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഡിഷ് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, പക്ഷേ എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും, നമ്മളല്ല ഞാൻ ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് സാധനങ്ങളാണ് എപ്പോഴും ഓർഡർ ചെയ്യുന്നത്. ഒന്ന് പനീറിൻ്റെ എല്ലാം എനിക്ക് ഇഷ്ടമാണ്, കൂടുതലും പനീർ ബട്ടർ മസാല. പിന്നെ ഇഷ്ടം പിന്നെ എനിക്ക് മറ്റേ നമ്മുടെ കോളിഫ്ലവറിൽ ആകെ ഇഷ്ടം ചില്ലി ഗോപിയാണ്. പിന്നെ മഞ്ചൂരിയനും ചില കടകളിലെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ ഡിഷാണ്, ഹെൽത്തിയാണ്, പനീർ ബട്ടർ മസാല. ഒത്തിരി ഹെൽത്തി ആണെന്ന് എത്ര ബട്ടറൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ഫാറ്റൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു റെസിപ്പി ഷെയറിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കത് നോക്കിയാലോ. പമ്പാ ഒരു ശുദ്ധീകലശം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് എന്നാ കുന്തിരിക്കം അത് ഉണക്കത്തെ ഒരു സാധനം കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ സെറ്റാണ്. ഗ്ലോറി സെറ്റാണ്. നമ്മൾ പനീർ ബട്ടർ മസാല ഗ്ലോറിയുടേത്, ചപ്പാത്തി എൻ്റെത്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി എൻ്റെ വക, അതിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ മസാല ഗ്ലോറിയുടേത്. അപ്പം നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മുടെ മാവ് കഴിക്കുന്ന ഒരു ഇതാണ്. മാവ് കഴിക്കുന്നത് ഞാനാണ്. ചപ്പാത്തി മാവ് കഴിക്കുന്നത് ഞാനാണ്. ചപ്പാത്തിയുടെ എല്ലാം ഞാനാണ് കേട്ടോ. പരത്തുനിന്ന് വിളിച്ച് ഞാൻ പരത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ് കണക്കിരിക്കും. അതുകൊണ്ട് ഞാൻ പരത്തത്തില്ല, കുഴയ്ക്കും, ഉരുട്ടി കൊടുക്കും, പിന്നെ ഞാൻ ചുട്ടെടുക്കും. അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യും. കുറച്ച് ഓയിലും കൂടി ഒഴിക്കും. ഞാൻ എപ്പോഴും നമ്മുടെ ഓയിൽ ഒഴിക്കേ. ഓയിൽ ഒഴിച്ചിട്ട് കുഴയ്ക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മറ്റേ വെള്ളം ഒഴിക്കാം. സാധാരണ ചിലരൊക്കെ ഇങ്ങനെ എന്താ ചൂടുവെള്ളം ഒഴിക്കുമെന്ന് തോന്നുന്നു. ചിലര് ഇങ്ങനെ പഴം മാഷ് ചെയ്തിട്ട് ചപ്പാത്തിക്ക് പഴം സോഫ്റ്റ് ആവാനാന്ന് പറയുന്നത്. ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, ഞങ്ങൾ ചെയ്യത്തില്ല. ചിലരിങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട്. അതുള്ള നല്ല സോഫ്റ്റ് ആവും. പഴം ഇടുമോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളിടത്തില്ല, ഞങ്ങളുടെ വീട്ടിലിടത്തില്ല. ഞങ്ങളുടെ വീട്ടിലും ഇടത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ നോർമൽ വെള്ളം ഒഴിക്കും, ചൂടുവെള്ളം അല്ല കേട്ടോ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിക്കും സോഫ്റ്റ് ആകാനെന്ന്. ഞങ്ങൾ സാധാരണ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. നല്ല സോഫ്റ്റ് ആകും. കുറച്ച് നേരം ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. മാവ് കഴിക്കുമ്പോൾ കുറച്ച് സമയം ഇത് മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആകും, നല്ല ചപ്പാത്തി കിട്ടുമേ. പിന്നെ ഇപ്പം മറ്റേ പോഹ ഒരു മൂക്കിനകത്ത് കയറി പോകുന്നു. അപ്പം നമ്മൾ സാധാരണ തണുത്ത വെള്ളം തന്നെ, തണുത്തല്ല സാധാരണ വെള്ളം, ചൂടാക്കാത്ത വെള്ളം തന്നെ ഒഴിച്ച് മാവ് കുഴയ്ക്കുവാണേ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ എപ്പം എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴും എൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ, ഇപ്പം ഞാൻ നഴ്സിംഗാണല്ലോ പഠിക്കുന്നത്, അപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവർ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ഈ പിള്ളേരെ കൊണ്ടല്ലോ, അവർക്ക് എപ്പോഴും പറയും, ഒറ്റയ്ക്ക് തിന്നാതെ, ഇപ്പൊ ജൂനിയർ ചാനലൊക്കെ പറയും ഇങ്ങനെ, ചേച്ചി തന്നെത്താനെ തിന്നാതെ ഞങ്ങളെയും കൂടെ ഒന്ന് വിളിക്കുന്നൊക്കെ ഇങ്ങനെ പറയും, തമാശക്ക് അറിയുന്നത് എല്ലാവരും. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്നായാലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കുന്നില്ലേ, അപ്പം ഞങ്ങളുടെ വെളിയിൽ നിന്ന് ആരും വിളിക്കാൻ എനിക്കൊത്തില്ല. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരാളിനെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടി ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ഇന്ന് അഭിപ്രായം ഒന്നും പറയത്തില്ല, ആളിനെ കൊണ്ട് പറയിക്കാം എങ്ങനെയുണ്ടെന്ന്. അതെ അതെ. ഇനി നമ്മളുടെ ഓരോ എപ്പിസോഡിലും ഓരോരുത്തരുണ്ട്. ഇനിയും ഞങ്ങൾ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തരെ നമ്മളിങ്ങനെ വിളിക്കും. കാരണം എന്താ അറിയോ, ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും പറയും, എന്തുവാ റോമി ചേച്ചി ഒറ്റയ്ക്ക് തന്നെത്താനാണോ കഴിക്കുന്നത്, ഞങ്ങളെയും കൂടി ഒക്കെ വിളിച്ച് തന്നൂടെ എന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. ഇപ്പൊ ഈവൻ എന്നെ അറിയാവുന്ന വലിയൊരാണേലും പറയും, റോമി എപ്പോഴും തന്നെത്താനിരുന്ന് കഴിക്കുക, ഞങ്ങളെ ഒന്നും വിളിക്കത്തേ ഇല്ലെന്ന് പറയും. അപ്പൊ ഇനി ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ഞങ്ങൾ ഓരോ റെസിപ്പീസ് ഷെയർ ചെയ്യുമ്പം ആരെയും കൂടി വിളിക്കാവുന്നു. കാരണം എപ്പോഴും വെളിയിൽ പോകുമ്പം എനിക്ക് ഒരാളെയും കൂടി കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റത്തില്ല, പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ പറ്റുമല്ലോ. നമ്മൾ എന്നാലും ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഒന്നെങ്കിൽ പിന്നെ ഒരാളെയും കൂടി വിളിക്കാനൊക്കെ നമുക്ക് നോക്കും. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ദൂരെയുള്ളവരോടൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നെ അറിയാവുന്നവർക്ക് ഇവിടെ അടുത്തുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കൂടെ പറ, അടുത്ത വട്ടം ഞാൻ ആരെയാ വിളിക്കേണ്ടതെന്നുള്ളത് കമന്റ് ബിലോ. അതെ, നിങ്ങൾ കമന്റ് ചെയ്ത് സ്വന്തം പേര് വേണേലും സ്വന്തമായിട്ട് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെക്കമെൻഡ് ചെയ്യാം, വേറെ ആളിനെ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെയുള്ളവരെ
നമ്മുടെ അടുത്ത റെസിപ്പിയിൽ അവരെ നമ്മൾ അടുത്തതിനകത്തിൽ പരിഗണിക്കും കേട്ടോ. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഉള്ളൂ. ഇപ്പൊ ഒരു ഗിവ് അവേ പറ്റി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഗിവ് അവേ ആയിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ അങ്ങ് പരിഗണിക്കണം. എന്നിട്ട് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ അടുത്തൊരു നമ്മുടെ പ്രൊസീജിയർ അല്ല, സോറി, നഴ്സിംഗ് പറയുമ്പോഴേ നമുക്ക് പ്രൊസീജിയർ ഓർമ്മ വരുന്നത്. പ്രൊസീജിയർ അല്ല, അടുത്തൊരു റെസിപ്പി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആർക്കാണ് വരാൻ താല്പര്യമുള്ളതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. കമന്റിനകത്തുനിന്നുള്ളവരെ അവർക്ക് വേണ്ട റെസിപ്പിയും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് എന്നെ അടുത്തത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളത് നോക്ക്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് ആ റെസിപ്പി നോക്കാം. നിങ്ങളെ ഉറപ്പായിട്ടും വിളിച്ചിരിക്കും. പിന്നെ ദൂരമുള്ളവരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സെറ്റാക്കാവേ. ഞാൻ മാവൊക്കെ സെറ്റാക്കി കുഴച്ചോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ശരിക്കും നമുക്ക് ഇന്ന് നമ്മുടെ ഗസ്റ്റും കൂടി ഉണ്ടതുകൊണ്ട് 3 പേർക്കുള്ള മാവായത്. ഇത് മതി, ഞങ്ങൾക്ക് 2 പേർക്ക് 2 ചപ്പാത്തി കാശുള്ളൂ. ഗസ്റ്റ് പിന്നെ എത്ര വേണമെങ്കിൽ കഴിച്ചാൽ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഗസ്റ്റിന് വയറ് നിറച്ചേ കൊടുത്തുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ളത് റിസൾട്ട് പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ. ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കടകളിലേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയത്തുള്ളൂ. അല്ലെ എനിക്ക് അത്ര ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഓരോ കടയിൽ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പം ഞാൻ കൂടുതൽ ഈ ഫുഡ് വ്ളോഗിങ്ങിന്റെ ഒക്കെ ചെയ്യുന്നത് ഷോർട്സിലല്ലേ. അപ്പം എനിക്ക് ചില കടയിലൊക്കെ ഒത്തിരി ഹൈപ്പ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കടകളൊക്കെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമുക്കൊരു കടയെ പറ്റി നെഗറ്റീവ് പറയാം. ഞാൻ ഒരു കടയിൽ പോയിട്ടുണ്ട്, ഞാനിത് ഒത്തിരി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു കടയിൽ പോയിട്ട് ഞാൻ കഴിച്ചു നോക്കി, ഒരു ഫുഡ് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വീഡിയോ പകുതി വരെ എടുത്തു. അതിന്റെ പിന്നെ ഞാൻ എന്നാ ഇടാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കള്ളത്തരം പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫുഡ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ പിന്നെ ആ വീഡിയോ ഇട്ടില്ല. ആക്ച്വലി എന്നെ അത് നേരത്തെ ആ ഒരു കടയിൽ എടുക്കണം എന്ന് പറഞ്ഞതും കൂടി, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. ഞാൻ എടുത്തുമില്ല, പകുതി വെച്ച് അവിടെ നിർത്തി. ഞാൻ പിന്നെ അത് പോസ്റ്റ് ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എപ്പോഴും റിവ്യൂസ് ഒക്കെ ജെന്യുവൻ ആയിരിക്കണം. അപ്പൊ ഞങ്ങളുടെ ഫുഡ് കഴിച്ച് നോക്കിയാൽ നിങ്ങൾ ജെന്യുവൻ ആയിട്ട് പറയണം കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ കമന്റ് ചെയ്തോളൂ. നമ്മൾ ഉറപ്പായിട്ടും അടുത്ത റെസിപ്പിയിൽ നിങ്ങളെ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. അങ്ങനെ ചപ്പാത്തി കുഴച്ചിരിക്കുന്നു. യെസ്, ഞാനപ്പോൾ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ പനീർ ബട്ടർ മസാലയ്ക്കുള്ള ഒനിയനും തക്കാളിക്കയും പച്ചമുളകും ഒക്കെ ഗ്ലോറിയാണ് സെറ്റാക്കുന്നത് കേട്ടോ. കറിയുടെ എല്ലാം അവള് തന്നെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത്ര സാധനങ്ങൾ മതിയല്ലേ, വേറൊന്നും വേണ്ട. ഇതിനകത്ത് കുറച്ച് കാഷ്യൂസ് ഒക്കെ ഇടും കേട്ടോ, പക്ഷെ കാഷ്യൂ ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ കാഷ്യൂസ് ഇടുന്നില്ല. ഞങ്ങളിത് മാത്രമേ ഇടുന്നുള്ളൂ. അതെ, കാഷ്യൂസ് ഒക്കെ വെറുതെ തിന്നണം, കറിക്കകത്തിലൊന്നും വേണ്ട. ഇത് കാണുമ്പം നമ്മുടെ ആശീർവാദിന്റെ പരസ്യമാണെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. ഈ വീഡിയോ അതെ സ്പോൺസർ ചെയ്തേക്കുന്നത് ആശീർവാദ് എന്നൊന്നും വിചാരിക്കല്ലേ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് അത് കണക്കെ അങ്ങ് വെച്ചതാ. ഇനിയിപ്പം പൊടിയിൽ മുക്കിയിട്ട് വേണമല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ, അതുകൊണ്ട് മാത്രം അതവിടെ വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. കണ്ണാടി വെക്കണം. ശരിയാ, ഭയങ്കര കണ്ണെരിയുന്നു. എനിക്കും കണ്ണെരിയുന്നു, കണ്ണ് നീറുന്നു ഭയങ്കരമായിട്ടും. കുറച്ചു നേരം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാല് കണ്ണെരിയത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പറയുന്നത് ഇവിടുത്തെ ആ സാധനമില്ലേ, ഈ റൂട്ട് വരുന്നേ, ഈ സാധനം റിമൂവ് ചെയ്താൽ കണ്ണെരിയുന്നേന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളെല്ലാരും അത് ഫസ്റ്റ് റിമൂവ് ചെയ്തില്ലേ, അതുകൊണ്ടാണ് കണ്ണെരിയുന്നേന്നാ പറയുന്നത്. പക്ഷെ അതാണ് ഒണിയന്റെ കണ്ണെന്നാണ് പറയുന്നത്. അപ്പൊ ആ കണ്ണ് മാറുന്നുണ്ടല്ലോ. ഞാൻ കട്ടിംഗ് ബോർഡിൽ വരുവാണെങ്കിൽ കണ്ണെരിയത്തില്ല. അതെന്നാ കാരണം ഇങ്ങനെ സ്ലൈസ് ചരിഞ്ഞ് സ്ലൈസ് ചെയ്യുന്നത്, അപ്പൊ കണ്ണെരിയാറില്ല. ഈ ഒണിയനൊക്കെ അരിഞ്ഞ് കണ്ണൊരു വഴിയായി. ശരിക്കും പറഞ്ഞാൽ അരിയുന്ന അവളാണേലും എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് നീറി. എനിക്കാണെങ്കിൽ ഈ ഒനിയൻ അരിയുന്ന എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് എരിയും. ലോറി എവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ, പക്ഷെ എനിക്ക് കണ്ണെരിഞ്ഞു ഭയങ്കരമായിട്ട്. ലോറി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ പനീർ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ പോയപ്പോൾ നമ്മുടെ നന്ദിനിയുടെ പനീർ അതാണ് മേടിച്ചത്. അപ്പം അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മിൽക്കി മിസ്റ്റ് നല്ലതാണ്. അപ്പം സാധാരണ പോലെ സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമൂലിൻ്റെ ബട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ പാത്രം നമ്മുടെ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ കുക്കർ, കുഞ്ഞു കുക്കർ. അതൊന്ന് ചൂടായി വരുമ്പം ഓയിൽ ഒഴിക്കുന്നുണ്ടോ? ചെറുതായിട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ടേ. നമ്മൾ ബട്ടർ യൂസ് ചെയ്യുവാണ്, പക്ഷെ എങ്കിലും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ ബട്ടർ ഇടുന്നത്. ആണോ? ബട്ടർ മാത്രം ഇട്ട് ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് എന്തോ അടുക്കി പിടിക്കുന്ന പോലെ ഒരു ഫീൽ തോന്നാറുണ്ട്. അതുകൊണ്ട് കുറച്ച് ഓയിൽ, ഇച്ചിരി ഓയിൽ.
ഈ ഗ്ലോറിയുടെ സ്ഥിരം പരിപാടി ഈ വെള്ളം വറ്റാതെ എണ്ണ ഒഴിക്കും കേട്ടോ, എന്നിട്ട് കറുത്ത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഈ വെള്ളം വറ്റാണ്ട് ഓയിൽ ഒഴിക്കുന്നത് ഇഷ്ടമല്ല. ഗ്ലോറി ആണെങ്കിൽ വെള്ളം വറ്റാതെ എപ്പോഴും ഓയിൽ ഒഴിക്കുന്നത്. മതി ഓയിൽ ഒത്തിരി വേണ്ട, ബട്ടർ ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എപ്പോഴും ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തനിമയിൽ, മലയാളി തനിമയല്ല, നമ്മുടെ കറിയുടെ തനിമയിൽ, പനീർ ബട്ടർ മസാലയുടെ തനിമയിൽ കേട്ടോ, അത് കണക്ക് വേണം ഉണ്ടാക്കാൻ. അതാണ് എൻ്റെ ഒരു രീതി, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പം അതിലോട്ട് നമ്മൾ ബട്ടർ ഇടുവാണ്. ഇത്ര മതി ബട്ടർ. അല്ല, ഇതിപ്പോ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് ഈ പനീർ ഒന്നേ ചെറുതായി, ഈ ശരിക്കും പറഞ്ഞാൽ ഈ പനീർ നമ്മുടെ ബട്ടർ ഇനി ഉരുക്കുന്ന കാണാൻ ഭയങ്കര രസമല്ലേ. ഇത് ഇത് മാത്രമല്ല, എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ഇങ്ങനെ ഉരുക്കുന്ന കാണാൻ ഭയങ്കര രസമല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ കാണാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഗ്ലോറിയ സെറ്റാക്കി വെക്കും കേട്ടോ പൊടികളെല്ലാം. അത് കശ്മീരി മുളക് പൊടിയാ അല്ലേ? കുറച്ച് മല്ലിപ്പൊടി, അല്ല മല്ലിയല്ല, മഞ്ഞൾ ഈ രണ്ടും കൂടെ ജസ്റ്റ് ഇതിനകത്തിലോട്ട് ഇടണം. ഇത് ജസ്റ്റ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പനീറും കൂടെ എടുത്തിടണം. പനീറും ജസ്റ്റ് ഷാലോ ഫ്രൈ ആക്കാൻ പോവാം. ഓവറായിട്ട് വേണ്ട, ഷാലോ. ചിലരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇടാതെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ തൊട്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ആ ടോഫുവിനകത്തിൽ, അയ്യോ ഞാൻ അന്നങ്ങനെ ടോഫുവിൽ അങ്ങനെ ചെയ്തത്, ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ടത്. എനിക്ക് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം. ഫ്രൈ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് അല്ലേ? എനിക്ക് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം. ചെറിയൊരു മസാല അതിനകത്തിൽ ഇങ്ങനെ വരുന്നൊരു ഫീല് കിട്ടും. പൊള്ളിയോ? പനീർ സെറ്റായല്ലേ? ഓവറായിട്ടേ ഒത്തിരി കുക്കാവണ്ട. ഇതൊന്നും ജസ്റ്റ് ഒത്തിരി കുക്കായി കഴിഞ്ഞാൽ എന്നാന്നറിയാം, ഭയങ്കര റബ്ബറി ആയിപ്പോ, അത് കൊള്ളത്തില്ല. അത് ഈവൻ നമ്മള് എന്താ പറയുന്നത്, നമ്മളിപ്പം വേവിക്കുന്ന സമയത്താണെങ്കിലും ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, കാരണം ഭയങ്കരമായിട്ട് റബ്ബറി ആയിപ്പോ, അപ്പൊ ഒരു ടേസ്റ്റ് വരത്തില്ല. നമ്മള് പാത്രത്തിലോട്ട് അല്ല എടുത്തങ്ങ് മാറ്റാം. അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ആക്കാമല്ലോ. കുറച്ച് സോൾട്ട് ഇട്ടായിരുന്നു നമ്മൾ കേട്ടോ, ജസ്റ്റ് ഒരു പിഞ്ച് സോൾട്ട്, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടല്ലേ. ബട്ടർ സോൾട്ടഡ് ആണ്, എന്നാലും ജസ്റ്റ് സോൾട്ട് ഇച്ചിരി സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു ഒരു സോൾട്ടിന്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിട്ടെ. അതിനകത്തിലോട്ട് നമ്മള് ആ പാത്രത്തിനകത്തിലോട്ട് തന്നെയാണ് നമ്മൾ ചൂടായപ്പോഴും നമ്മുടെ സ്പൈസസ് അതേ പാനിൽ തന്നെ നമ്മൾ ചെയ്യാം. പാനല്ല, അതേ കുക്കറിൽ തന്നെ നമ്മൾ എല്ലാം കൂടി ഇട്ടെന്നുള്ളതേ ഉള്ളേ. ജസ്റ്റ് ഒന്ന് അതിട്ട് കഴിഞ്ഞിട്ട് ഓണിയൻസ് ഒരുമിച്ചല്ലേ ഇടുന്നത്? അല്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഓണിയൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ആയിട്ടൊന്ന് ആയി കഴിയുമ്പം നമ്മുടെ ടൊമാറ്റോ കൂടി ഇടും. പച്ചമുളക് കൂടി ഇടുന്നു. ഒത്തിരി പച്ചമുളക് എടുത്തില്ല, നമ്മൾ അതായത് 2 പച്ചമുളക് കണ്ട് എടുത്തുള്ളൂ. പിന്നെ മുളക് പൊടി ഓൾറെഡി ഇടുന്നുണ്ട്. ഒത്തിരി എരി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടാൽ, അല്ല പച്ചമുളക് ഇട്ടാൽ, കാരണം കളർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് ആവും. ഒത്തിരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കളറായിപ്പോൾ, പക്ഷെ ഒട്ടും മുളക് പൊടി ഇല്ലെങ്കിലും കളർ ചേഞ്ച് വരും. അപ്പം കളർ ഒരു മുഖ്യ കാര്യമായതുകൊണ്ട് അതിനനുസരിച്ച് എരിവിനനുസരിച്ച് പച്ചമുളക് ഇടണം. എനിക്കൊന്ന് ഒത്തിരി കുരുമുളക് ഇട്ടാലും കൊള്ളത്തില്ല. ഇതൊന്നും ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സംഭവം എടുത്തുള്ളൂ കേട്ടോ. ഒനിയനൊക്കെ ഒന്ന് ജസ്റ്റ് എന്താ പറയുന്നത്, ഒന്ന് വഴണ്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടൊമാറ്റോ കൂടി ഇടണം. കാരണം ഒത്തിരി അങ്ങ് ഒനിയൻ വഴണ്ട് കഴിഞ്ഞിട്ടാണ് ടൊമാറ്റോ ഇടുന്നതെങ്കിൽ പിന്നെ ഒനിയൻ അങ്ങ് ഫ്രൈ ആകുന്ന കണക്കാവും. അങ്ങനെ ആവരുത്, നമുക്ക് ജസ്റ്റ് ഒരു വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ട് നല്ലതായിട്ട് ടൊമാറ്റോ ഒന്ന് വെന്ത് ഒന്ന് ഉടയാൻ വരുവാകുമ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അരയ്ക്കാം. അതുകൂടി കഴിയുമ്പോഴത്തേക്കും ഏകദേശം പണി കഴിയുമല്ലേ. പിന്നെ ഓരോരുത്തർ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊരു കാര്യമുണ്ട്, പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ വേസ് ഉണ്ട്. ഇഷ്ടം പോലെ വേസ് ഇൻ ദ സെൻസ് കുറെ മെത്തേഡ് ഉണ്ട് ഉണ്ടാക്കാൻ. പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. വേറെ ആൾക്കാർ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കുറെ. ഇപ്പം നമ്മൾ ഈവൻ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കുവാണെങ്കിലും ഒത്തിരി രീതിയിൽ ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി. വീഡിയോ ഇച്ചിരി ലെങ്തി ആണെങ്കിലും സംഭവം ആക്ച്വലി സിമ്പിളാണ്. കാരണം നമ്മളിങ്ങനെ പാചകത്തിനേക്കാൾ കൂടുതലും വാചകം വരുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കൂടുതലും ലെങ്തി ആയിട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ ഒണിയനൊക്കെ ഈ സമയം കൊണ്ട് സെറ്റായി കേട്ടോ. ഒണിയനും ടൊമാറ്റോയും എല്ലാം ആ സമയം കൊണ്ട്
കുറച്ച് മുളക് പൊടി, ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മതി. കളറിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, പിന്നെ ഗരം മസാല, വീട്ടിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാല. അതെ, മമ്മിയാണ് മിക്കവാറും ഗരം മസാല കൊടുത്തിരുന്നത് കേട്ടോ. മമ്മിയുടെ സ്പെഷ്യലാണ് ഈ ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. മസാലയൊക്കെ മമ്മിയുടെ ഒരു പ്രത്യേകം, മമ്മി എപ്പോഴും അതാക്കി വെക്കുന്ന കാര്യങ്ങളാണ്. മസാല, കടുക് ഈവൻ ഞങ്ങളുടെ മമ്മി കടുക് കഴുകിയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഈ വട്ടം മമ്മി അറിഞ്ഞിട്ടില്ല, ഇത് ഞങ്ങൾ ഡിമാർട്ടിന് മേടിച്ചതാ. സാധാരണ മമ്മി അറിയുവാണെങ്കിൽ സമ്മതിക്കത്തില്ല. കാരണം മമ്മി എപ്പോഴും ഇതാ ഞങ്ങളുടെ സ്പൈസസ് എല്ലാം നമ്മൾ എല്ലാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. എല്ലാം ഈവൻ ഈ ജീരകം, എല്ലാ സാധനങ്ങളും കഴുകിയതാ. ജീരകം, കുരുമുളക്, കടുക്, ഇത് കഴുകിയതല്ല കേട്ടോ. കാരണം അമ്മ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഈ വട്ടം ഡിമാർട്ടിന് മേടിച്ചത്. പിന്നെ ഇത് നമ്മുടെ സ്പൈസസ്, നമ്മൾ ഇതെല്ലാം കഴുകി ഉണക്കി മമ്മി തന്നു വിടുന്നതാണേ. പിന്നെ എല്ലാ സ്പൈസസും അത് കണക്ക് തന്നെയാണ്. നമ്മളെല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്, ഒന്നുമില്ല ഇവിടുന്ന് മേടിക്കുന്നത്. എനിക്കൊന്ന് ഈ വട്ടം കടുക് തീർന്നപ്പോൾ നമ്മൾ ഈ കടുക് മാത്രം ഡിമാർട്ടിൽ നിന്ന് മേടിച്ചു. ബാക്കി എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. എല്ലാം നാട്ടിൽ നിന്ന് കഴുകി മമ്മി വൃത്തിയാക്കി സെറ്റാക്കി തന്നു വിടുന്നതാണ്. മമ്മി മാത്രമല്ല, ജൂൽമാമയാണെങ്കിലും എല്ലാ സാധനങ്ങളും സെറ്റാക്കി തന്നു വിടുന്നത് കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഇതിനകത്തിലോട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇതിപ്പോ എനിക്ക് അറിയത്തില്ല ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോന്ന്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് വഴണ്ടൊക്കെ വന്ന് കഴിയുമ്പം എന്നാ കുറച്ച് പാലൊഴിക്കും. അപ്പം നമ്മളിപ്പം ഗുഡ് ലൈഫാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഗുഡ് ലൈഫിന്റെ പാല്. അപ്പൊ സാധാരണ ആൾക്കാർ കറി ആക്കി കഴിയുമ്പോൾ നമ്മുടെ ഇതൊഴിക്കും, എന്നാന്നറിയാമോ, ഫ്രഷ് ക്രീം ഒഴിക്കും. ഞങ്ങൾ ഫ്രഷ് ക്രീം ഇടുന്നില്ല, പകരം നമ്മളെപ്പോഴും ഈ ഒരു സ്റ്റേജിൽ പാലൊഴിക്കും. നല്ലതായിട്ട് നമ്മുടെ പാലൊഴിക്കും. ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഗുഡ് ലൈഫാണ്. പക്ഷേ സാധാരണ സമയങ്ങളിൽ നമുക്ക് ഗുഡ് ലൈഫ് കിട്ടാത്ത സാഹചര്യങ്ങളിലുള്ള ഞങ്ങൾ അല്ലാത്ത മേടിക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഗുഡ് ലൈഫ് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുവേ. അതാണ് കുറച്ചും കൂടി നല്ല തിക്കാണ് ഗുഡ് ലൈഫിന്റെ പാല്. എത്രത്തോളം ഹെൽത്തി ആണെന്നൊന്നും അറിയത്തില്ല. ഇനി കറിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് തണുക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അരയ്ക്കാൻ പറ്റത്തുള്ളൂ, ഗ്രേവി ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ളതെല്ലാം സെറ്റ് ആക്കുവാണേ. പിന്നെ മുക്കി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പൊടി ഇട്ട് തരണോ? ഓക്കെ, നമ്മുടെ ഗോതമ്പൊടി എല്ലാം ഞാനതിനകത്ത് തവി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാവ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി അല്ലേ. അപ്പം ഞാൻ ബോളാക്കും. ഡോറിയ സോഫ്റ്റ് ആയിട്ടില്ല, ഡോറിയ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി. ഞാൻ ബോളാക്കും. വെള്ളം കുടിക്കും. അതെ അതെ, ആശീർവാദ് നിറയെ വെള്ളം കുടിക്കും. അങ്ങനെയാ. ഇനിയും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കും. ഗ്ലോറിയ പരത്തും, ഞാൻ സുടും. അപ്പം നമുക്ക് ചപ്പാത്തിയും കൂടി സെറ്റാക്കാം. ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുവാണേ. ഗ്ലോറിയ പരത്തും. അത്രയും കുഞ്ഞു ബോളാണ്? കുഞ്ഞു ബോൾ മതി, കുഞ്ഞു ബോൾ മതി. ഒത്തിരി കട്ടിയായിട്ട് ബോളാക്കി കഴിഞ്ഞാലും പരത്തി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുഞ്ഞു ചപ്പാത്തിയാണ് ഇഷ്ടം. കുഞ്ഞു ചപ്പാത്തി എന്ന് വെച്ചാൽ ഭയങ്കര തിന്നായിട്ട് അങ്ങനത്തെ ചപ്പാത്തിയാണ് ടേസ്റ്റ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. ഞാൻ ബോൾസ് എല്ലാം സെറ്റാക്കി എടുത്തു. ഗ്ലോറിയ പരത്തി എന്നെ കാണിച്ച് പരത്തി വെച്ചത് കുഞ്ഞതായിട്ട് പരത്തി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഭയങ്കര നൈസായിട്ട് വേണം പരത്തുന്നുള്ളൂ. അങ്ങനെയല്ലേ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യണം. എനിക്ക് ഭയങ്കര കട്ടിയായിട്ടുള്ളത് ഇഷ്ടമല്ല. സോഫ്റ്റായിട്ട് എടുക്കണം. സോഫ്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മളിനി അടുത്തത് ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ കൂട്ടത്തിൽ തന്നെ ചുട്ടെടുത്തില്ലെങ്കിൽ എല്ലാം കൂടി വെക്കാൻ സ്ഥലം കിട്ടത്തില്ല. അപ്പം ചുട്ടെടുക്കാൻ പോവാണേ. കൂട്ട വീണ് ഇതിനകത്തില് ഹോള് വീണ്. പാൻ ചൂടായിട്ട് നമ്മൾ ചപ്പാത്തി കൂടി ചുട്ടെടുക്കുകയാണ്. സെറ്റല്ലേ? ഞാൻ ചെയ്യുന്ന അത്രയും സെറ്റായിട്ടില്ല. ഞാൻ പരത്തി കഴിഞ്ഞാൽ പരത്തിയാൽ ഞാൻ സെറ്റ് ആവത്തില്ല. നല്ലതായിട്ട് കുഴയ്ക്കും. പക്ഷെ ഞാൻ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് പോലെ ആയിപ്പോവും, വേറെ രീതിയിലായിപ്പോവും. അതുകൊണ്ട് വേറെ ഉണ്ട്, വട്ടത്തിലുള്ളതുണ്ട്. ഫുള്ളെല്ലാം ഒന്ന് ചുട്ടല്ലല്ലോ, ചുട്ടെടുക്കണം. ചപ്പാത്തി എല്ലാം ലാസ്റ്റ് വരെ നമ്മൾ ആക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ എപ്പോഴും പ്രശ്നമാണ് എന്നാ അറിയാമോ, ഈ സാധനം വൃത്തിയായിട്ട് വെക്കാൻ പറ്റാത്തത്. അതിന് ഒരു തുണി എടുത്തിട്ട് നല്ല അതെ നമ്മുടെ
ചപ്പാത്തി പലകെ നഴ്സിംഗ് രീതിയിൽ പറയുകയാണെങ്കിൽ മമ്മിഫൈ ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാറ്റയൊന്നും കയറാണ്ടിരിക്കാണ്ട് ഒരു തുണിക്കകത്ത് തന്നെ, വൃത്തിയുള്ളൊരു തുണിക്കകത്ത് തന്നെ ഇങ്ങനെ മാറ്റിയിട്ട് ഒട്ടും വെളിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ നല്ലതായിട്ട് മടക്കിയിട്ട് സേഫ് ആക്കി. കണ്ടോ, കരയുള്ള മുണ്ട കൊച്ചിനെ പൊതിയുന്ന കണക്ക് നമ്മൾ പൊതിയണം. എന്നിട്ട് നമ്മൾ സേഫായിട്ട് പാറ്റയൊന്നും കയറാത്ത രീതിയിൽ എവിടെയെങ്കിലും വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പാറ്റയില്ല. പണ്ടത്തെ ഞങ്ങളുടെ റൂമിൽ ഫുൾ പാറ്റയായിരുന്നു. പിന്നെ നമ്മളത് വെക്കേറ്റ് ചെയ്തു, വേറെ റൂമിലാണ്. ഇവിടെ പാറ്റ ഇല്ല ദിവസം അയച്ച്. അപ്പം നമ്മളിത് വൃത്തിയാക്കി മടക്കി വെച്ചാൽ മതി. അപ്പം ഇങ്ങനെയാണ് ഒരു ഓപ്ഷനാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, ഒരു ഹാക്ക് പറഞ്ഞു തന്നെയാണ് എങ്ങനെ നമ്മുടെ ചപ്പാത്തി പലക പാറ്റ കയറുന്നത് സൂക്ഷിക്കാം. അപ്പം എല്ലാവരും ഒന്ന് നോക്കണേ. അപ്പം നമ്മളിനി ഇതൊന്ന് അരയ്ക്കാൻ പോകട്ടോ. ഇത് തണുത്ത് കോളിംഗ് ബെല്ല് വന്നിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റ് വന്നതെന്ന് തോന്നുന്നു. നമുക്ക് പോയി ഗസ്റ്റിനെ നോക്കാമേ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ, ഇതിവിടെ ഇരുന്നിട്ട് നമുക്ക് പോയി ഗസ്റ്റിനെ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഉണ്ടല്ലോ, വീഡിയോയ്ക്കകത്തേക്ക് വരാൻ ഭയങ്കര പ്രശ്നമുള്ള ഷൈ ആയിട്ടൊരാളാണ്. പക്ഷെ നമുക്ക് നോക്കാം. ഹായ്, പേടിക്കണ്ട, കൊച്ചിനെ ഭയങ്കര പേടിയാ. ആദ്യമേ പറഞ്ഞു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. ഡോണ്ട് വറി. ഇങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് നമ്മൾ അടുത്തത് ബാക്കി അരയ്ക്കണം. അല്ലെ ഗസ്റ്റിന് നമ്മൾ കുറേ നേരം അയക്കാൻ വെയിറ്റ് ചെയ്തിട്ട് ആൾ പോയാൽ നമ്മൾ അരയ്ക്കുമ്പോഴും കുറച്ചും കൂടി പാലൊഴിക്കുവേ. പാലൊഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. ഒത്തിരി ഒഴിക്കുന്നില്ല, ജസ്റ്റ് ഒരു കുറച്ച്. എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് അരച്ച് സെറ്റാക്കാം. നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പാല് മാത്രമല്ല, കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു. കുറച്ച് ബട്ടർ ഇടും. യെസ്, ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വേണ്ടിയിട്ട് ഒരു ഇച്ചിരി, ഒത്തിരി ഇടണ്ട കേട്ടോ. ജസ്റ്റ് ഒരു കുറച്ച് മുളക് പൊടി നമ്മുടെ കളറിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ആ ഒരു മിക്സും കൂടി ഇടണം. തീ കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് മൊത്തം തെറിച്ച്. കറി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടും കേട്ടോ. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ പനീറും കൂടി അതിലോട്ടിടും. സെറ്റാണ്. സെറ്റല്ലേ ഗ്ലോറിയ? സെറ്റല്ലേ അബി? അബിയുടെ ടെൻഷൻ കണ്ടോ? അയ്യോ എന്റെ ദൈവമേ, അവക്കങ്ങ് ടെൻഷനാ വീഡിയോക്കകത്ത് വരുമെന്ന് പറഞ്ഞോണ്ട്. നമ്മുടെ കസ്തൂരി മേത്തിയും കൂടി അങ്ങനല്ല, ഇച്ചിരി കൂടി പൊടിക്കണമായിരുന്നു. കുറച്ച് ഇതും കൂടി ഇട്ട് ഇതൊന്ന് മെൽറ്റായും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ്. എങ്ങനെയുണ്ടല്ലോ അറിയാ? ഇനി അബിക്ക്, എന്റെ ഗസ്റ്റിന് കഴിച്ചു നോക്കിട്ടെന്ന് പറയണേ. ശരിക്കും പറയണോ? നമ്മൾ കഴിച്ചു നോക്കിയിട്ട് ഒന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് നോക്കി സെറ്റാൻ തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നു. നിങ്ങൾക്കോ? എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്, സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയും കഴിച്ചും കൂടി നോക്കണം. നമ്മുടെ ചപ്പാത്തി സെറ്റായി, കറിയും സെറ്റായി. അപ്പൊ നമുക്ക് കഴിക്കാം. എന്തേ നല്ലതായിട്ട് ബട്ടറും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അതെ 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 നമ്മുടെ ഗസ്റ്റ് ആണ് ഇനി എല്ലാം പറയാൻ പോകുന്നത് കേട്ടോ. ഇവർക്ക് മിക്കവാറും അറ്റാക്ക് വന്ന് ഇപ്പൊ വീഴുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ശരിക്കും ഇനി കള്ളം പറയണ്ട, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ജെന്യുവൻ റിവ്യൂസ് മാത്രം മതി. ആണോ? അടിപൊളിയാണോ? ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്റേത്, നമ്മൾ ഗസ്റ്റിന് മാത്രമേ ഉള്ളൂ മറ്റേ അല്ലാത്ത പാത്രം. നമ്മൾ സാധാരണക്കാര്, നമ്മൾ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പാകത്തിൽ കൊള്ളാം കേട്ടോ ശരിക്കും. അപ്പൊ ഇന്നത്തെ റെസിപ്പി അബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഇനി കമന്റ് ചെയ്യുക അടുത്ത എന്ത് ഡിഷാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പം നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ
കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളിനെ നമുക്ക് നോക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും കേട്ടോ. അപ്പം ബൈ.